ഇപ്പോഴും ഈ 2026-ലും രാഷ്ട്രീയ വിരോധമുള്ളവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 100 കൊല്ലമായിട്ട് RSS എന്ത് ചെയ്തു? അവരിങ്ങനെ ശാഖ നടത്തുന്നു എന്നല്ലാതെ നിങ്ങളെന്താ ചെയ്തത്? ഒന്നും കാണാനില്ലല്ലോ എന്നുള്ള മട്ടിൽ അവർ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഇത്. 1989 ഡോക്ടർ ഹെഡ്ഗവാറിൻ്റെ ജന്മശതാബ്ദി, ഡോക്ടർ ജിയുടെ ജന്മശതാബ്ദിക്ക് മുന്നെയാണ് ഇങ്ങനെ RSS വിഷൻ ഇൻ ആക്ഷൻ എന്നും പറഞ്ഞിട്ട് ഇംഗ്ലീഷിലൊരു പുസ്തകവും അതിൻ്റെ മലയാളം സങ്കല്പം കർമ്മപഥത്തിൽ എന്ന് പറഞ്ഞൊരു പുസ്തകവും ഇറക്കിയത്. അത് 88-ന് മുന്നേയുള്ള അതുവരെയുള്ള സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും വിശദീകരിച്ചുകൊണ്ടുള്ള ഒറ്റ പുസ്തകമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇത്രയും വർഷം കടന്നുപോയി, 3.5 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഈ ദിവസം വരെയുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും 2016 വരെയുള്ള സംഘപ്രവർത്തനത്തിൻ്റെ വിവിധ മേഖലകളിൽ, അനേകം മേഖലകളിൽ സംഘത്തിൻ്റെ പ്രവർത്തകർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത്തരം മേഖലകളെ ആറാക്കി തരംതിരിച്ച് അങ്ങനെ ആണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ മേഖലയിലും സംഘം എന്ത് ചെയ്തു, അത് അക്കമിട്ട് എണ്ണിപ്പറയാൻ പോയെന്നാൽ വോള്യങ്ങൾ അനേകം വേണ്ടി വരും. അതിന് പകരം ചില ഉദാഹരണങ്ങൾ എടുത്ത് വെറുതെ ഗസ് പറയുകയല്ല ചെയ്യുന്നത്. അതിന് പകരം ഓരോ മേഖലയിൽ എന്ത് ചെയ്തു അതിന് പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് RSS സങ്കല്പം കർമ്മപഥത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തക പരമ്പര 6 പുസ്തകമായിട്ടാണ് ഇറക്കുന്നത്. 6 വിഷയമായിട്ട് അതിനെ ക്രോഡീകരിച്ചിട്ടാണ്. അതിലൊന്ന് ദേശീയം, RSS തുടങ്ങിക്കഴിഞ്ഞ് ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ദേശീയമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുണ്ടായ സന്ദർഭങ്ങളിൽ RSS എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് വിശദീകരിക്കുന്നതാണ് ആദ്യത്തെ വോള്യം. രണ്ടാമത്തത് വിദ്യാഭ്യാസ രംഗവും സാംസ്കാരിക രംഗവും എന്നുള്ളതാണ് രണ്ടാമത്തെ പുസ്തകം. വിദ്യാഭ്യാസ രംഗത്ത് RSS കാര്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് വളരെ ചെറുതല്ല. അപ്പോൾ അതിൻ്റെ വിപുലമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏത് തരം പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് സംഘം ഇടപെട്ടത്, എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ സാംസ്കാരിക രംഗവും കൂടി ചേർത്തിട്ട്, ഇത് രണ്ടും വാസ്തവത്തിൽ രണ്ടും പരസ്പര പൂരകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ വാല്യം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സേവാരംഗത്ത് പ്രവർത്തനം. അത് ഈ പറഞ്ഞ പോലെ അനേകം തരമുണ്ട്. ദേശീയ തലത്തിലുള്ളതുണ്ട്, സംസ്ഥാന തലങ്ങളിലുണ്ട്, പ്രാദേശിക തലങ്ങളിലുള്ള നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനെയൊക്കെ വിശദീകരിച്ചു കൊണ്ടുള്ള സേവന പ്രവർത്തന മേഖലയെക്കുറിച്ചുള്ളതാണ് മൂന്നാമത്തെ ഭാഗം. നാലാമത്തേത് ഗോഗ്രാമ വികാസം. ഇതും മുമ്പേ പറഞ്ഞ പോലെ പരസ്പര പൂരകമാണ്. ഗോവും ഗ്രാമവികാസവും എന്നുള്ളത് ഭാരതത്തിൻ്റെ എക്കാലത്തെയും ഒരു വികസനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രണ്ടും ചേർന്നതാണ്. അതിനെ വിശദീകരിക്കുന്ന 4-ാം ഭാഗം. മറ്റൊന്ന് ധാർമ്മിക രംഗത്തെക്കുറിച്ച്, അതിൽ തന്നെ മതരംഗം. ഒത്തിരി വെല്ലുവിളികൾ പണ്ടുകാലം നൂറ്റാണ്ടുകളായിട്ട് മതപരമായ വെല്ലുവിളികൾ ഭാരതം നേരിടുന്നുണ്ട്. അതത് കാലത്ത് അതത് ധാർമ്മിക സാംസ്കാരിക ആധ്യാത്മിക നേതാക്കന്മാരതിനെ നേരിട്ടിട്ടുണ്ട്. സംഘം തുടങ്ങിയതിന് ശേഷം സംഘം ആ രംഗത്ത് എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് വിശദീകരിക്കുന്നതാണ് 5-ാമത്തെ ഭാഗം. 6-ാമത്തേത് സാമ്പത്തിക രംഗം. പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ സാമ്പത്തിക പദ്ധതി എന്താണ്, നിങ്ങളുടെ സാമ്പത്തിക കാഴ്ചപ്പാട് എന്താണ് ചോദിക്കാറുണ്ട്. അത് ഈ മറ്റ് രാഷ്ട്രീയക്കാർ മുൻപോട്ട് വയ്ക്കുന്നത് പോലെ ഒരു പദ്ധതിയല്ല മുന്നോട്ട് വയ്ക്കുന്നത്. സാമ്പത്തിക രംഗത്ത് സ്വാശ്രയത്വത്തിനൊക്കെ വേണ്ടിയിട്ട് സംഘം എങ്ങനെ ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരണങ്ങളാണ് 6-ാമത്തെ പുസ്തകങ്ങളിലുള്ളത്. ഈ 6 മേഖലയായിട്ട് തിരിച്ച് സാമാന്യമായി എല്ലാ കാര്യങ്ങളും അതിലുൾപ്പെടുന്ന തരത്തിലാണ് ഈ RSS സങ്കല്പം കർമ്മ, അതായത് RSSൻ്റെ സങ്കല്പം എന്താണോ രാഷ്ട്രത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ചുള്ളത്, അതിൻ്റെ ആക്ഷൻ എന്താണ്, അതിനുവേണ്ടി RSS എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് RSSനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയത്. അങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. ഇത് RSS പ്രവർത്തകർക്ക്, ഇതുകൊണ്ട് പ്രത്യേകിച്ച് RSS പ്രവർത്തകർക്ക് ഇതിൻ്റെ വിവരണങ്ങൾ കിട്ടാൻ പ്രയോജനം വളരെ കൂടുതലുണ്ട്. പക്ഷേ RSSനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, RSSനകത്തും പുറത്തുമുള്ള എതിർക്കുന്നവർക്കും ഒക്കെ RSS എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് അവർക്ക് തന്നെ ഒരു ഉത്തരം കിട്ടും. വേണം പിന്നീട് അതിൻ്റെ വിശദീകരണങ്ങളെ അവർക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു കൈപ്പുസ്തകമായിട്ടാണ്, ഒരു ഹാൻഡ് ബുക്കായിട്ടാണ് ഈ പുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്.